യാ അപ്പോ ഈ ഫുട്ബോൾ 2025 മൊബൈൽ ഫുട്ബോൾ ഗെയിംസിൽ എന്തൊരു കിടിലൻ ഗെയിമാലേ. പക്ഷേ റെയിൻബോ പോലത്തെ സ്കിൽസ് ഒന്നും ഈ ഫുട്ബോളിൽ ഇടാൻ കഴിയില്ലല്ലോ. ഈ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരൊന്നും ഒഫൻഡഡ് ആവണ്ട. പഴയ ഡ്രീം ലീഗ് പ്ലേയേഴ്സിന് ഒരു നൊസ്റ്റാൾജിയ ഹിറ്റ് കൊടുത്തതെന്ന് മാത്രം. മറ്റേ സാധനം കിട്ടിയ വിടരുത്, പിടിച്ചോണം. ബ്രദേഴ്സ്, ഞാൻ നിങ്ങളൊരു 10 വർഷം പുറകോട്ട് കൊണ്ടുപോകാം. നെറ്റ്വർക്കിന്റെ ലാഗ് ഒന്നും ഇല്ലാതെ ഫ്രണ്ട്സിന്റെ കൂടെ ഡ്രീം ലീഗ് കളിച്ചിരുന്ന ആ ഒരു സമയം, രണ്ടുപേരും ഒരുമിച്ച് വൈഫൈ ഓൺ ചെയ്ത് ലോക്കൽ വൈഫൈ മോഡ് കണക്ട് ചെയ്ത് ഡ്രീം ലീഗ് കളിച്ചിരുന്ന ആ ഒരു കാലം അത് ഓർമ്മയില്ലേ? ഇനി അതിന്റെ മുമ്പ് കീപാഡ് ഫോണിൽ ഫുട്ബോൾ ഗെയിംസ് കളിച്ചിരുന്നതോ? 10-15 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ ഒരു കാലം വരെയുള്ള ഫുട്ബോൾ ഗെയിംസിന്റെ ഫാസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു വളർച്ച നമുക്കതൊന്ന് നോക്കാം. ആദ്യം തന്നെ കീപാഡിന്റെ ഇറ. നോക്കിയുടെ കീപാഡ് ഫോൺ യൂസ് ചെയ്തിരുന്ന എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ട്? കമന്റ് ഇറ്റ്. സോ അന്നൊക്കെ സ്നേക്സ് ബൗൺസ്, ബീച്ച് റാലി അതൊക്കെ ആയിരുന്നു പലരുടെയും ഫസ്റ്റ് മൊബൈൽ ഗെയിം. അതിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു ഗെയിമാണ് സോക്കർ ലീഗ്. അന്നത്തെ ഒരു ടെക്നോളജി വെച്ച് പലർക്കും ഒരു എക്സൈറ്റ്മെന്റ് നൽകിയ ഗെയിം ആയിരുന്നു സോക്കർ ലീഗ്. നിങ്ങൾ അത് ട്രൈ ചെയ്തിട്ടുണ്ടോ? അന്നൊക്കെ മൊബൈലിൽ ഫുട്ബോൾ ഗെയിംസ് കളിക്കുന്നത് വളരെ കുറവ് തന്നെയായിരുന്നു. കാരണം അന്ന് ഗ്രൗണ്ട്സും കണ്ടങ്ങളും പറമ്പും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞാലും എല്ലാവരും ഫ്രണ്ട്സും ഒത്ത് ഫുട്ബോൾ കളിക്കാൻ അവിടേക്ക് പോകുമായിരുന്നു. അന്ന് സ്കൂൾ വിട്ടുള്ള വൈകുന്നേരങ്ങളിൽ പാടത്ത് ക്രിക്കറ്റും ഫുട്ബോളും കളിക്കുന്ന ആ ഒരു എന്റർടൈൻമെന്റ് അത് ഇനി എത്ര ഗെയിമുകൾ വന്നാലും തരാൻ കഴിയില്ല. പിന്നെ കീപാഡ് ഫോൺസിന്റെ കാലം മാറി. സ്മാർട്ട് ഫോൺസിന്റെ വരവോടുകൂടി എല്ലാവരും മൊബൈൽ ഗെയിംസ് കളിക്കുന്നത് നന്നായിട്ട് കൂടി. അടുത്തത് ഡ്രീം ലീഗിന്റെ ഒരു ഫേസ് ആണ്. പണ്ടത്തെ ഡിവൈസസ് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. വിന്നിംഗ് 11 2012, ഇന്നീ കാണുന്ന ഈ ഫുട്ബോൾ അതിന്റെ അന്നത്തെ ആദ്യത്തെ വേർഷൻ ആണിത്. ഡെവലപ്പ് ചെയ്തതും പബ്ലിഷ് ചെയ്തതും ഒക്കെ നമ്മുടെ സ്വന്തം കൊണാമി തന്നെയാണ്. A long shot, saved by the keeper. It's in. കൊണാമി പണി തുടങ്ങിയത് ഇന്നും ഇന്നലെ ഒന്നല്ല. കൊണാമി ഫുട്ബോൾ ഗെയിംസ് ഡെവലപ്പ് ചെയ്യാൻ 1993 തുടങ്ങിയിരുന്നു. അന്ന് മുതലേ അവർക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഗെയിംസും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ വിജയത്തോടെ പോകുന്ന ഒരു കമ്പനി തന്നെയായിരുന്നു കൊണാമി പണ്ട് മുതലേ. ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം പബ്ലിഷേഴ്സ് ആയിട്ടായിരുന്നു പലരും കൊണാമിയെ വിലയിരുത്തിയിരുന്നത് പോലും. പക്ഷേ ആ ഒരു ലെഗസി പലപ്പോഴും അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിപ്പോ പെസ് മാത്രം കളിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കത് മനസ്സിലായി കാണും. അങ്ങനെ ആ വിന്നിംഗ് 11 എന്ന ഗെയിമിന്റെ ഫേസിന് ശേഷം വന്ന മറ്റൊരു ഐക്കോണിക് വൈറൽ സാധനമാണ് ഡ്രീം ലീഗ് സോക്കർ. അതന്ന് കളിച്ചിരുന്നവർ ആരും മറക്കാൻ സാധ്യതയില്ലാത്തൊരു ഗെയിമാണ്. 2011 iOS ഇറങ്ങിയ ഡ്രീം ലീഗ് സോക്കറിന് കുറച്ചധികം പ്രത്യേകതകളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗെയിം ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിരുന്നു എന്നത്. വെറും 100 MB മാത്രം താഴെ വരുന്ന ഒരു ഗെയിമാണ് ഡ്രീം ലീഗ് സോക്കർ. പൊതുവെ എല്ലാവരുടെയും കയ്യിൽ ലോ എൻഡ് ഡിവൈസസ് ആയിരുന്നല്ലോ അന്ന്. 1GB 2GB റാമും 16GB അല്ലെങ്കിൽ 32GB സ്റ്റോറേജും ഉള്ള പല ഫോണുകളായിരുന്നു എല്ലാവരുടെയും കയ്യിലുണ്ടായിരുന്നത്. അതൊക്കെ അന്ന് വലിയൊരു ലക്ഷറി തന്നെയായിരുന്നു. സോ എല്ലാവർക്കും ഈസി ആക്സസ് ആയതുകൊണ്ട് തന്നെ കുറെ പേര് ഡ്രീം ലീഗ് കളിക്കാൻ തുടങ്ങി. അന്നത്തെ ആ പ്ലെയേഴ്സിന്റെ ഒക്കെ ഫേസിന്റെ ആ ഒരു ഗ്രാഫിക്സ് പോലും നമുക്കൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ആ ആനിമേഷൻസും എല്ലാം നല്ല രീതിയിൽ തന്നെ യൂസേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുന്നു. പിന്നെ മറ്റൊരു കാര്യമാണ് ഗെയിം ഓഫ്ലൈൻ ആയിരുന്നു എന്നുള്ളത്. ഈവൻ ഈ ഫുട്ബോൾ 2025 പോലും നെറ്റ്വർക്ക് ലാഗ് ഇല്ലാതെ ഫ്രണ്ട്സുമായി ലാഗ് ഒന്നും ഇല്ലാണ്ട് ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷേ അന്ന് 2 പേർക്ക് ഒരുമിച്ചിരുന്ന് യാതൊരു ലാഗും ഇല്ലാതെ ലോക്കൽ മൾട്ടിപ്ലെയർ കളിക്കാമായിരുന്നു. അന്നൊക്കെ പെസ് അഥവാ ഈ ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും 1 GB സൈസ് വരുന്ന മൊബൈൽ ഗെയിം നമ്മുടെ ഫോണിന്റെ ഒക്കെ സ്പെക്സിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ പെസ് ഒരു ആഗ്രഹമായി തന്നെ പലരുടെയും മനസ്സിൽ നിന്നു. സോ അങ്ങനെ ഗോൾ അല്ലെങ്കിൽ സോക്കർ ലീഗ്, അതിൽ നിന്നും വിന്നിംഗ് 11, അതിൽ നിന്നും ഡ്രീം ലീഗ് വരെ എത്തി. കത്തി ജ്വലിച്ച് നിന്നിരുന്ന ഡ്രീം ലീഗ് സോക്കർ എന്ന ഗെയിമിന്റെ ആ ഒരു തീ അത് ഊതിക്കെടുത്തിക്കൊണ്ട് ഫിഫ മൊബൈൽ 2016 തന്റെ ആധിപത്യം സ്ഥാപിച്ചു. സോക്കർ ഗെയിംസിന്റെ ഓൺലൈൻ മൾട്ടിപ്ലെയർ ലോകം ആസ്വദിക്കാൻ ഫിഫയിലൂടെ എല്ലാവർക്കും സാധിച്ചു. അങ്ങനെ 2012 ഇറങ്ങിയ പ്രോ ഇവല്യൂഷൻ സോക്കർ 2012 അഥവാ വിന്നിംഗ് 11 കൊണാമി കൺസോൾ കൂടാതെ മൊബൈൽ ഗെയിംസിലേക്ക് കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയ സൂചനയായിരുന്നു. അവിടുന്ന് 5 വർഷങ്ങൾക്ക് ഇപ്പുറം 2017 എത്തിയപ്പോൾ പെസ് മൊബൈൽ 1 കോടിയിലധികം ഡൗൺലോഡ്സ് ഉള്ള ഒരു ഗെയിമായി മാറി. പെസ് ഈ ഫുട്ബോളിലേക്കായതും 2012 മുതൽ 2025 വരെയുള്ള ആ ഒരു ഗെയിം പ്ലേയുടെ ഒരു മാറ്റവും അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം. പെസ്സിനൊരു ഡൗൺഫോൾ ഉണ്ടായിട്ടുണ്ടോ? യെസ്, യൂസേഴ്സ് വെറുത്തു പോകുന്ന കുറെ ഫീച്ചേഴ്സ് പെസ്സിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കൊണാമിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. ഐക്കോണിക് കാർഡ്സിനെല്ലാം വളരെ കുറവ് ലക്ക് കൊടുക്കുന്നത്, ഓരോ പാക്കിന്റെയും സ്പിന്നിങ്ങിൽ ആ ഒരു ലക്ക് ഭയങ്കര കുറവായത് എല്ലാ യൂസേഴ്സും ഒരുപോലെ വെറുത്ത ഒരു കാര്യമാണ്. കൊണാമിക്ക് പിന്നെ പൈസ ഉള്ളവൻ പൈസ ഇല്ലാത്തവൻ അങ്ങനെയൊന്നുമില്ല. പൈസ ഇല്ലാത്തവരെയൊക്കെ സമയമെടുത്ത് ഗെയിം കളിച്ച് വളരെ കഷ്ടപ്പെട്ട് കുറച്ച് കോയിൻസ് ഉണ്ടാക്കി സ്പിൻ ചെയ്ത് അങ്ങനെ മുഞ്ചിപ്പിക്കും. ഇനി പൈസ
വാശിയുള്ളവരാണെങ്കിൽ പരമാവധി പൈസ വെച്ച് കോയിൻ പർച്ചേസ് ചെയ്യിപ്പിച്ച് അങ്ങനെ മുഞ്ചിക്കും. അതുപോലെ തന്നെ ലോങ് ബോൾ സ്പാമിങ്, നെറ്റ്വർക്ക് ലാഗ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഗെയിമിന് ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും പെസ്സിന്റെ ആ ഒരു കോർ ഓഡിയൻസ് വരെ കൊണാമിയെ തെറി വിളിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പെസ് ഒരു ഇമോഷൻ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് 2017, 2018, 2019 ആ ഒരു സമയത്തൊക്കെ ഗെയിം കളിക്കാൻ തുടങ്ങിയവർക്കെല്ലാം 2021 വരെ പെസ്സിലെ ഐക്കോണിക് കാർഡ്സ് കിട്ടാൻ വേണ്ടി മാത്രം കേരളത്തിലൊരു ട്രെൻഡ് വരെ ഉണ്ടായി. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വീട്ടിലുള്ള പട്ടിയേയും പൂജയും കൊണ്ട് പലരും ഭാഗ്യം പരീക്ഷിച്ചു നോക്കി. മണ്ടത്തരായിരുന്നെങ്കിലും ഇതെല്ലാം കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അന്നൊക്കെ ഒരു ഐക്കോണിക് സ്ക്വാഡ് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഗെയിമിൽ വരാതെ ഒരു ന്യൂട്രൽ ഗ്രാഫ്. ആക്ച്വലി കുറെ പേർക്കൊക്കെ ഗെയിം അടുത്തിരുന്നു. പക്ഷെ പെസ് ആണല്ലോ, ഫ്രണ്ട്ലി കളിക്കാനെങ്കിലും എല്ലാവരും ഗെയിം യൂസ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു ന്യൂട്രൽ ഗ്രാഫിൽ പോകുന്ന സമയത്തായിരുന്നു കൊണാമി ഗെയിം മൊത്തമായി ടോട്ടലി റീബ്രാൻഡ് ചെയ്ത് 2021 പ്രോ ഇവല്യൂഷൻ സോക്കർ എന്ന പേരും മാറ്റി ഗ്രാഫിക്സ് എല്ലാം ഇംപ്രൂവ് ചെയ്ത് ഗെയിം പ്ലേ മാറ്റി ഈ ഫുട്ബോൾ 2021 എന്ന പേരിൽ ലോഞ്ച് ചെയ്തത്. കൊണാമിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡെവലപ്മെന്റാണ് പെസ്. ആ ഒരു പേര് കേട്ടാൽ പോലും ഇപ്പോഴും പലർക്കും പണ്ടത്തെ ഓർമ്മകൾ ഹിറ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ബ്രാൻഡ് നെയിമും പെസ് എന്ന ഒരു ഗെയിമും മുഴുവനായി റീബ്രാൻഡ് ചെയ്ത് മാറ്റി ഈ ഫുട്ബോൾ എന്ന രീതിയിൽ ലോഞ്ച് ചെയ്തത് അതെന്തിനായിരുന്നു? പെസ് ഈ ഫുട്ബോൾ ആയതിന് പിന്നിലെ 4 കാരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കൊണാമിക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആവാൻ ഒരു ബെറ്റർ എഞ്ചിൻ ആവശ്യമായിരുന്നു. പുതിയ ജനറേഷനിലെ സിസ്റ്റംസ് ഇല്ലേ, PS5 ഒക്കെ പോലത്തെ, അങ്ങനത്തെ കൺസോളുകളിലൊക്കെ കട്ടിംഗ് എഡ്ജ് ഗ്രാഫിക്സും ഗെയിം പ്ലേ ഇംപ്രൂവ്മെന്റ്സും ഫ്ലൂയിഡ് ആനിമേഷൻസ് ഒക്കെ നടത്താൻ ഈ ഫുട്ബോളിന്റെ പുതിയ എഞ്ചിനിലൂടെ അവർക്ക് സാധിച്ചു. ഫോക്സ് എഞ്ചിനിൽ നിന്നും അൺറിയൽ എഞ്ചിൻ അഥവാ ഈ ഫുട്ബോളിന്റെ ഇപ്പോഴത്തെ എഞ്ചിൻ അതിലേക്ക് മാറിയതുകൊണ്ട് വിഷ്വൽസും ആനിമേഷൻസും ബെറ്റർ ആക്കാനും ഗെയിം ഫ്യൂച്ചറിസ്റ്റിക്കലി നല്ല അഡ്വാൻസ്ഡ് ആക്കി മാറ്റിയെടുക്കാനും കൊണാമിക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യമാണ്, കൺസോളിൽ കാലങ്ങളായിട്ട് പെസ് ഒരു പെയ്ഡ് ഗെയിം ആയിരുന്നു. എല്ലാ വർഷവും അപ്ഡേറ്റിലൂടെ പുതിയ ഗെയിം ഇറങ്ങും, യൂസേഴ്സ് അത് പർച്ചേസ് ചെയ്യും. എന്നാലും ഗെയിമിൽ ബഗ്സും അങ്ങനെ യൂസേഴ്സ് വെറുക്കുന്ന പലതും ഉണ്ടാവും. അങ്ങനെ എല്ലാ വർഷവും ഗെയിം പർച്ചേസ് ചെയ്യുന്നത് യൂസേഴ്സിന് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈ ഫുട്ബോളിലൂടെ കൊണാമി ഗെയിം ഒരു ഫ്രീ ടു പ്ലേ മോഡലാക്കി മാറ്റി. എല്ലാവർക്കും ആക്സസിബിൾ ആയതുകൊണ്ട് തന്നെ ആദ്യം ഉള്ളതിനേക്കാൾ വലിയൊരു യൂസർ ബേസ് അവർക്ക് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് അവർക്ക് ഗെയിം മുഴുവനായിട്ട് പൊളിച്ച് പുതിയതാക്കുമ്പോൾ ക്രോസ് പ്ലാറ്റ്ഫോം പ്ലേ കൂടി ഉൾപ്പെടുത്തണമായിരുന്നു. അതായത് എല്ലാ സിസ്റ്റത്തിൽ കളിക്കുന്നവർക്കും ഒരൊറ്റ പ്ലാറ്റ്ഫോം. അങ്ങനെ ഈ ക്രോസ് പ്ലാറ്റ്ഫോം പ്ലേ ഫീച്ചർ കൊണ്ടുവന്നതിലൂടെ ഒരു ബെറ്റർ കമ്മ്യൂണിറ്റി കൂടെ ഈ ഫുട്ബോളിന് സ്വന്തമായി. നാലാമതായിട്ട് പെസ് 2019 എത്താനായതോടുകൂടി കൊണാമിക്ക് അവരുടെ ലെഗസി എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. പെസ് എന്ന ആ പേരും പ്രതാപവും പതുക്കെ മങ്ങി വരികയായിരുന്നു എന്നുള്ളത് അന്നൊരു സത്യം തന്നെയായിരുന്നു. എല്ലാ വർഷവും ഗെയിമിൽ വെറുതെ അപ്ഡേറ്റ് കൊണ്ടുവരിക, ചെറിയ ഗെയിം പ്ലേ ഇംപ്രൂവ്മെന്റ്സും ഗ്രാഫിക്കൽ ഇംപ്രൂവ്മെന്റ്സും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് യൂസേഴ്സിന്റെ കണ്ണിൽ പൊടിയിട്ടുള്ള ഈ ഒരു പരിപാടി പെസിന്റെ കോർ ഓഡിയൻസിന് വരെ മടുപ്പിച്ചു തുടങ്ങിയിരുന്നു. ഗെയിം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ട് ഫ്രീ ടു പ്ലേ മോഡലായി കൊണ്ടുവന്ന് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ ഫുട്ബോൾ ലോഞ്ച് ചെയ്ത സമയത്ത് യൂസേഴ്സ് മുമ്പത്തേനേക്കാൾ കൂടുതൽ വെറുക്കുകയാണ് ഉണ്ടായത്. ഇവൻ സ്റ്റീമിൽ വേഴ്സ്റ്റ് റേറ്റഡ് ഗെയിം ആയിട്ടായിരുന്നു ഈ ഫുട്ബോളിനെ വിലയിരുത്തിയിരുന്നത്. സെർവർ ഇഷ്യൂ, നെറ്റ്വർക്ക് ലാഗ്, പേ ടു വിൻ ഫീല്, ബഗ്സ്, മാച്ച് മേക്കിങ്ങിന്റെ ലാഗ്, അങ്ങനെ കുറെ പ്രോബ്ലംസ്. കൊണാമി ഗെയിമിൽ പുതിയതായിട്ട് ഒന്നും കൊണ്ടുവരാതെ, ആളുകൾ ആഗ്രഹിക്കുന്ന കാർഡ്സും കൊണ്ടുവരാതെ, ഇവൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ റൊണാൾഡോയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാർഡിന് വേണ്ടി വർഷങ്ങളോളമായി കാത്തിരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഓരോ കാര്യത്തിനും എടുക്കുന്ന ലോഡിംഗ് ടൈം, ഇങ്ങനെ എല്ലാം കൊണ്ടും യൂസേഴ്സ് ആ സമയത്ത് വെറുത്തു പോയിരുന്നു. അങ്ങനെ ഒരു ഡൗൺഫോൾ എക്സ്പീരിയൻസ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഈ ഫുട്ബോൾ 2025 റിലീസ് ചെയ്തത്. അതായത് ഇപ്പോഴത്തെ ഈ വെർഷൻ പ്ലെയേഴ്സിനെ കുറച്ചുകൂടെ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഫീച്ചേഴ്സ് ഏറ്റവും പുതിയ വെർഷനിൽ കുറച്ചെങ്കിലും ഉണ്ട്. അങ്ങനെ ഇന്ന് വരെ 850 മില്യൺ ഡൗൺലോഡ്സ് ആയി ഒരു ന്യൂട്രൽ ഗ്രാഫിൽ ഇപ്പോഴും മൊബൈലിലെ ഫുട്ബോൾ ഗെയിംസിന്റെ രാജാവായി ഈ ഫുട്ബോൾ വാഴുന്നു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞാലും ഇപ്പോഴും ഈ ഫുട്ബോൾ കളിക്കുന്ന പലരും പണ്ടത്തെ ആ കുറ്റം പറഞ്ഞിരുന്ന പെസ് അത് മിസ് ചെയ്യുന്നുണ്ട്. And it's my chance to say that it is an absolute delight to have Jim Beglin beside me. Hi Peter, always good to work with you. I'm really looking forward to this now. What a... They've got underway here pretty promptly. Nainggolan. Can he put it away? Goal! Barcelona! So it's ended in a... Truthfully, it was hard to see any better outcome there. And now they can launch a counter. It's Gomez! Goal! Barcelona! Well played, he saw that coming.
It's Maradona. Maradona, good run. Maradona! Oh my word, that is fantastic! Come out for the next period. Well, we've had plenty to go at in that first half, Peter, and it's a... And the shots! And in again! They've scored! And this is getting better and better. Oh, he's had it nicked away from him. A real chance to break. Messi gives his colleague a guilty look. Well, that's down to a simple... And now the hit! They've scored! Well, one score, it's him, and we can't be The surprised quip for this because game. his instinct... Yeah, Kevin De Bruyne. He's just one of the best strikers of the ball. And the finish! They've scored! And what a great way to start the game, to spark the game. I mean, the captain has basically We have triggered... in front of us this gloriously imposing arena. Absolutely perfect for a game of this nature. Tries a shot! Superb goal! Well, talk about a real rude awakening. It's almost as if the defence saw nothing coming. They just താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.